ഇന്നലെ രാത്രി മറ്റൊരാൾ എന്നെ കാണാൻ വന്നിരുന്നു. മറ്റൊരാളോ? അതാരാ? ദാസേട്ടൻ. അതേ കല്യാണി, ദാസേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും? ഒരുപാട് പറഞ്ഞു. നാട് വിട്ടു പോകാൻ കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധമാണെന്നും അതുകൊണ്ട് ഞാൻ നിന്നെ മറക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് ഒരച്ഛന്റെ നിസ്സഹായതയുണ്ടായിരുന്നു ദാസേട്ടന്റെ വാക്കുകളിൽ. ദാസേട്ടൻ കുട്ടിക്കാലത്ത് എന്നെ അരവിന്ദനെ ഒരുപാട് ചുമലിലേറ്റ് നടന്നിട്ടുള്ളതാ കല്യാണി. ദാസേട്ടനോട് അങ്ങനൊരു അടുപ്പ് ഞങ്ങൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പക്ഷേ ദാസേട്ടൻ ഒരു രാത്രിയിൽ വന്ന് നിന്നെ മറക്കണമെന്ന് പറഞ്ഞ എനിക്കതിന് പറ്റില്ല കല്യാണി. അതിനി ദാസേട്ടനല്ല, സാക്ഷാൽ സർവേശ്വരൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ ജന്മം എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കണ്ണുകളെ പ്രണയിച്ചു തുടങ്ങിയ എനിക്ക് ഇന്ന് എന്തിനേക്കാളും ഇഷ്ടപ്പെടുന്നത് നിന്നെയാ. ദാസേട്ടന് വേണ്ടിയല്ല, മറ്റൊന്നിനു വേണ്ടിയും ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, നഷ്ടപ്പെടുത്താനല്ല സ്വന്തമാക്കാനാ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. സഹദേവനോ? ഞാൻ ഏട്ടത്തിയെ കാണാൻ വരികയായിരുന്നു. നീ വന്നിട്ട് അധിക നേരമായോ? ഇല്ല, ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്. വിലാസിനെയും മക്കളെയും കൂടെ കൂട്ടുന്നുണ്ട്. ഏട്ടത്തിയോട് അനുവാദം ചോദിക്കാനാ ഞാൻ വന്നത്. എന്നോട് അനുവാദം ചോദിക്കാനുള്ളൊരു ബോധോദയം നിനക്കുണ്ടായത് ഇപ്പോഴാണോ? ഏട്ടത്തിയെ ധിക്കരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വിലാസിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത് എന്റെ അനുവാദത്തോടെ അല്ലായിരുന്നു. ഏട്ടത്തി, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാ. സാഹചര്യമൊക്കെ പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഏട്ടത്തിക്ക് അതി വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നീ മാപ്പൊന്നും പറയണ്ട. എന്നെ താലി കെട്ടി തൃച്ചംബരത്തേക്ക് കൊണ്ടുവന്നപ്പോ കൃഷ്ണേട്ടൻ ആദ്യം പറഞ്ഞത് അനിയനാണെങ്കിലും നീ കൃഷ്ണേട്ടന് മകനെ പോലെയാണെന്ന. അന്നു മുതൽ നിന്നെ ഞാനും മകനെ പോലെ കണ്ടിട്ടുള്ളൂ. വിലാസിനെ ഒരു വാക്കുപോലും പറയാതെ നീ ഇവിടുന്ന് കൊണ്ടുപോയപ്പോ എനിക്ക് വിഷമം തോന്നി. അത് സ്വാഭാവികം. അത് വിട്ടേക്ക്. നീ വിലാസിനെയും കുട്ടി ഇവിടേക്ക് വാ. യാത്രയൊക്കെ ഇനി അഷ്ടമി പൂജ കഴിഞ്ഞിട്ടാവാം. അത് പോരെ ഏട്ടത്തി. ഞാൻ വേഗം തിരികെ ചെന്നില്ലെങ്കിൽ ബിസിനസിന്റെ കാര്യം ആകെ പെൻഡിങ് ആകും. ഏട്ടത്തി എതിര് പറയരുത്. ഞാൻ എതിര് പറയുന്നതല്ല, ഇത് നിന്റെ വീടാ. നിങ്ങൾ നിൽക്കേണ്ടത് ഇവിടെയാ. ഒരു ദിവസം ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നീ ഇല്ലാത്തപ്പോ വിലാസിന് നിൽക്കേണ്ടത് ഇവിടെയാ. തൃച്ചംബരം വിലാസിനിയുടേതും കൂടിയാ. ഏട്ടത്തി പോലെ അല്ല വിലാസിനി. അവളെ ഏട്ടത്തിയെ കണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നു. വിലാസിനിക്ക് നമ്മൾക്കാർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങളുണ്ട്. എന്നെക്കാളേറെ ഏട്ടത്തിക്ക് അതറിയാം. എന്നുവെച്ച് ഞാൻ ഭാര്യയെ കുറ്റം പറഞ്ഞ് തരം താഴുകയല്ല. അവൾ വളർന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അവൾ അങ്ങനെ ആയിപ്പോയി. ഏട്ടത്തി, ചില കാര്യങ്ങളിലെങ്കിലും അവളെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ഏതൊരു ഭർത്താവിനെയും പോലെ എനിക്കും ആഗ്രഹമില്ലേ? അത് ഞാൻ വിചാരിച്ച മാത്രമേ നടക്കുള്ളൂ. അതിനുള്ളൊരു ശ്രമമാണിത്. അതിനെ ഏട്ടത്തെ അനുവദിക്കണം, അനുഗ്രഹിക്കണം. ഉള്ള കാര്യം പറയണമല്ലോ. ഇണക്കങ്ങളും പിണക്കങ്ങളും ഏതൊരു കുടുംബത്തിലും സർവ്വസാധാരണം. അതങ്ങനെ കിടക്കും.
പക്ഷേ വിലാസിനി തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകളാ. അവള് നിൽക്കേണ്ടത് ഇവിടെ തന്നെയാ. പിന്നെ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് നീ അവളെ കൊണ്ടുപോകുന്നതിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. എപ്പോഴാ ഫ്ലൈറ്റ്? ഉച്ചയ്ക്ക് ശേഷം 2:30. എല്ലാവരും ഉള്ള സ്ഥിതിക്ക് കണക്റ്റഡ് ഫ്ലൈറ്റാ. ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് കുട്ടികളെയും കൂട്ടിയിട്ട് വേണം പോകാൻ. ശരി, പോയിട്ട് വരൂ. ഇനി അധികം വൈകാതെ നീ വിദേശത്തുള്ള ബിസിനസ്സുകളൊക്കെ നിർത്തി ഇവിടെ സെറ്റിൽഡ് ആവണം. ശരി ഏട്ടത്തി. നന്നായി വരട്ടെ. ശരി, പോയിട്ട് വരാം. ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. നാളെ ഉച്ചയ്ക്ക് ഫ്ലൈറ്റ്, ബാംഗ്ലൂർ വഴി. മക്കൾക്ക് സന്തോഷമായി കാണുമല്ലോ അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ രണ്ടുപേരും കൂടി അപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങിയതാ. ഞാനാ പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അതുവഴി വരാമെന്ന്. ഞാൻ ബുദ്ധിമുട്ടിച്ചോ നിന്നെ? തിരക്കിനിടയിൽ ഒരു യാത്ര. എന്താ ഏട്ടാ ഇത്? എനിക്ക് എല്ലാരും ഒന്ന് കാണാൻ പറ്റിയല്ലോ. പിന്നെ ചെന്നിട്ട് വിളിക്കണം. പിന്നെ അവിടെയുള്ള ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ച് വൈകാതെ വരണം. ഏട്ടൻ പറയാതെ തന്നെ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആനന്ദിനെ കണ്ട് കല്യാണിയുടെ കാര്യം അവതരിപ്പിച്ചു. ഒരു എതിരാളിയുടെ മനോഭാവത്തോടെയാ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഒരു കൂസലും ഇല്ലാതെയായിരുന്നു അവന്റെ മറുപടി. കല്യാണി ഇല്ലാതെ ഒരു ജീവിതം അവന് ഉണ്ടാവില്ല ഏട്ടാ. അത് ആ മനസ്സ് നിറയെ അവളാണ്. എന്തു വില കൊടുത്തും ഏത് മാർഗത്തിലും ഏട്ടത്തിന്റെ സമ്മതം നമുക്ക് വാങ്ങണം ഏട്ടാ. നീയും എന്റെ ഒപ്പം ഉള്ളപ്പോ നമുക്കതിന് കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ അതിന് അധികം വൈകിക്കൂടാ. എല്ലാം ശരിയാവും ഏട്ടാ. അതുപോലെ അരവിന്ദന്റെ കാര്യത്തിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. കാര്യം ജീവിതത്തെ ഇതുവരെ ഗൗരവമായി കാണാത്തവനാ. എങ്കിലും അവനൊരു ആൺകുട്ടിയല്ലേ. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെ ശാസിക്കാതിരിക്കാൻ ഏട്ടത്തിയോടൊന്നു പറയണം. ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ അവനത് ഒട്ടും സഹിച്ചെന്ന് വരത്തില്ല. വീഴാതെ ആരും വളരാൻ പഠിക്കുന്നില്ല സഹദേവ. ഓരോ വീഴ്ചയും ഓരോ പാഠങ്ങളാണ്. കാണാതെ പോയ കാഴ്ചകളും കേൾക്കാതെ പോയ ഒച്ചകളും അറിയാതെ പോയ അറിവുകളും അപ്പോൾ മാത്രമായിരിക്കും തിരിച്ചറിയുക. വിമർശനങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്. കാരണം മധുരമുള്ള ഫലങ്ങൾക്ക് നേരെയാവും കൂടുതൽ കല്ലേറുണ്ടാവുക. ഈ പാഠങ്ങളൊക്കെയാണ് അവനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നീ നോക്കിക്കോ, ഇന്നുള്ള ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പോലെ അരവിന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഒരു ശൃംഖല തന്നെ അവൻ കെട്ടിയുയർത്തും. എനിക്ക് ഉറപ്പാ. സമാധാനം ഏട്ടാ. ഇത്രയും ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു അച്ഛൻ അവനുള്ളപ്പോ അവൻ ഇടയ്ക്കൊന്ന് വീഴുന്നത് നല്ലതാ. പുതിയ പാഠങ്ങൾ പഠിക്കാമല്ലോ. ഇനി സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ. ശരി ശരി ഏട്ടാ. ശരി നന്ദനെ, ശരി. ബിസിനസ് മീറ്റിംഗ് ഒക്കെ നന്നായി നടത്തിയിട്ട് വരും. ഇളയച്ചൻ നാളെ പോവും. 2:30 ഫ്ലൈറ്റ്. ഇളയമ്മയും കുട്ടികളും കൂടെ വരുന്നുണ്ട്. ഓക്കെ. ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വരും. അവിടെ വെച്ച് കാണാം. ശരി.
നിന്റെ സഹധർമ്മിണിയായിരുന്നു ഫോണിൽ. ഞാൻ വന്നിട്ട് അവളെ ഒന്ന് കാണാനോ പറ്റിയില്ല. വിളിക്കാതെ പോയാ അത് അവൾക്കൊരു വിഷമാവില്ലേ? അരവിന്ദ്, നാളെ ഉച്ചയ്ക്കാ ഫ്ലൈറ്റ്. ഞാൻ ഈ പ്രാവശ്യം ഇളയമയും കൂട്ടുന്നുണ്ട്. അല്ല ഇളയച്ച, ഇത്ര പെട്ടെന്ന് പോണോ? പോണോടാ. ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് ബിസിനസിനെ ബാധിക്കും. ഇക്കൊല്ലം വേണം എല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കാൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഇപ്പൊ പഴയ കുട്ടിയൊന്നുമല്ല. വളരെ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇനിയും കോടികൾ നഷ്ടം വരുത്തി നന്ദനെ സങ്കടപ്പെടുത്തരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ സൂക്ഷിച്ചോളാം ഇളയച്ച. അപ്പൊ ശരി. ഏറെക്കുറെ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഇനി ഒരാളോട് കൂടി പറയാനുണ്ട്. പറഞ്ഞു തീർന്നില്ല, ആളെത്തി. പഴയ ദാസേട്ടന്റെ മകള് തന്നെയല്ലേ നീ? അല്ല, വന്നിറങ്ങിയപ്പോഴേ പല പല കഥകൾ കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. അർദ്ധപട്ടിണിക്കാരായ വീട്ടുജോലിക്കാര് കോടീശ്വര പുത്രന്മാരെ പ്രണയിച്ച് സമ്പന്നരായ പല കഥകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ കഥകൾ മാത്രമാണ്. ആരൊക്കെയോ കുറിച്ച് തോന്നിയാക്ഷരങ്ങൾ. മിണ്ടരുത് നീ. ഈ തൃച്ചംബരം തറവാടിനെ കുറിച്ച് നിങ്ങളൊക്കെ എന്താ കരുതിയത്? പരമ്പരയായി നിലനിർത്തി വരുന്ന അന്തസ്സും പാരമ്പര്യവും ഒക്കെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതും എവിടെ നിന്നോ വന്ന ഒരു ജോലിക്കാരി പെണ്ണ് കാരണം. അതിന് കൂട്ടു നിൽക്കുന്നത് ആരായാലും അവരുടെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും. മനസ്സിലായില്ലേ? ഭ്രഷ്ട് കൽപ്പിക്കുമെന്ന്. അത് മാത്രമല്ല, ഞങ്ങൾ ആണുങ്ങളുടെ മനസ്സലിഞ്ഞാലും ഏട്ടത്തിയുടെ മനസ്സലിയില്ല. അത് ഓർത്താ നല്ലത്. ഇങ്ങോട്ട് നോക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കരച്ചിലൊന്നും എന്റെ മുന്നിൽ വേണ്ട. എനിക്ക് ഇഷ്ടമല്ലത്. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് പൂങ്കണ്ണീര് പൊഴിച്ചിട്ട് കാര്യമില്ല. അവരവരുടെ സ്ഥാനങ്ങൾ മനസ്സിലാക്കി നിന്ന പ്രശ്നങ്ങളില്ല. അത് മുന്നോട്ട് പോകാം. നിന്നോടാ ഞാൻ ഈ പറയുന്നത്. ഈ നാട്ടിൽ തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ അല്ലാതെ എത്രയോ ആണുങ്ങളുണ്ട്. അവരെ ആരെങ്കിലും പോയി പ്രേമിക്കോ കെട്ടുവോ എന്താന്ന് വെച്ചേ. കരയണ്ട. തൃച്ചംബരത്തെ സഹദേവന്റെ കൂടി മരുമകളായ നീ ഈ ഇളയച്ചന്റെ മുന്നിൽ നിന്ന് കരയരുത്. മാത്രമല്ല, തൃച്ചംബരത്തെ മൂത്ത മരുമകൾ ചിന്താശക്തിയുള്ളവളും ധൈര്യശാലിയായിരിക്കണം. ഈ തറവാട് ഭരിക്കേണ്ടവളാ. അതുകൊണ്ട് ഒരിക്കലും ഈ കണ്ണ് നിറയരുത്. നല്ലതേ വരൂ. ഈ ഇളയച്ചനുണ്ടാവും നിങ്ങളുടെ കൂടെ. ഏട്ടത്തിന്റെ സമ്മതം ഞങ്ങൾ വാങ്ങിച്ചോളാം. എന്റെ ഇളയച്ചന് ഡ്രാമ ആയിരുന്നല്ലേ ഇതൊക്കെ? ഞാനാകെ വരണ്ടുപോയിന്നേ. നല്ലതേ വരും. അനന്ത്, ഇനി നിന്ന വൈകും. ഞാൻ പോയിട്ട് വരും. ഇളച്ച, ഞാൻ കൊണ്ടാക്കാം. വേണ്ടടാ, ഞാൻ പൊക്കോളാം. പോട്ടെ മരുമോളെ.
കൊള്ളാം. വൃക്ഷംബരത്തിന്റെ മച്ചിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളോ? ഇല്ല, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. സംഭവിക്കാൻ അനുവദിക്കില്ല ഞാൻ. വൃക്ഷംബരത്തിന്റെ മച്ചിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ വളർത്താനല്ല നിന്നെ വേഷം കെട്ടിച്ച് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആ മച്ചിൽ കഴുകൻ പറന്നിരിക്കണം. രക്തബന്ധങ്ങൾ പരസ്പരം ജീവനെടുക്കാൻ ആർത്തിയോടെ ആയുധമെടുക്കുന്ന കുരുക്ഷേത്ര ഭൂവിൽ ആദ്യം വീഴുന്ന ഇരയെ കൊത്തി വലിക്കാൻ. പ്രിയങ്ക, അത് എന്താ നാഗമഠത്തെ ഗംഗയ്ക്ക് അതിനാവില്ലേ? പറയ. അത് അതിനാദ്യം വേണ്ടത് ആനന്ദ് നിന്റെ കഴുത്തിൽ കെട്ടുന്ന താലിയുടെ അധികാരമാണെങ്കിൽ അതിനി അധികം വൈകിക്കില്ല ഞാൻ. അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വിലാസിനി ആന്റി കൂടെയില്ലെന്ന് ഓർക്കണം. എന്താ ഗംഗ ഇത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ ജാതകം തിരുത്തി പറ്റിച്ച് നീയും ആനന്ദുമായുള്ള കല്യാണം ഉറപ്പിച്ചത് എളുപ്പമുള്ള കാര്യമായിരുന്നോ? അതോ കല്യാണം മുടങ്ങിപ്പോയിട്ടും നീ തന്നെയാണ് തൃച്ചംബരത്തെ മൂത്ത മരുമകളെന്ന് അഖിലാണ്ടേശ്വരിയെ കൊണ്ട് പറയിപ്പിച്ചത് എളുപ്പമായിരുന്നോ? പറയ. ഇതൊക്കെ പറ്റുമെങ്കിൽ ബാക്കിയൊക്കെ എങ്ങനെ നടപ്പിലാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ഒരു വിലാസിനി ആന്റിയുടെയും സഹായം വേണ്ട എനിക്ക്. ഞാനതല്ല പ്രിയങ്ക ഉദ്ദേശിച്ചു. നിർത്ത. നന്ദന മടങ്ങി വരുമ്പോ നീ നന്ദനെ നിന്നോടൊപ്പം നിർത്താൻ പറ്റുമോ എന്ന് ശ്രമിക്ക. അവൾ ഒരുപക്ഷെ എന്നെ അനുസരിച്ചേക്കാം. നിന്നോടങ്ങനെ ആവണമെന്നില്ല. അതിന് സാധിച്ച തൃച്ചംബരത്തിന്റെ അടിത്തൂണിളക്കാൻ പെട്ടെന്ന് സാധിച്ചെന്ന് വരും. ആ, രാത്രി ഇനി അധികം വൈകണ്ട. ചെല്ല്. ശരി. അനിയൻകുട്ടാ, അനിയൻകുട്ടാ. ആ ചേച്ചി, ദേ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ അച്ഛനും കൂടി കൃത്യസമയത്തിന് തന്നെ എടുത്ത് കഴിച്ചോളണം. അല്ല, അച്ഛൻ എവിടെ പോയതാ? ആ എനിക്കൊന്നും അറിയില്ല. എന്തായാലും ചേച്ചി ഇന്ന് വളരെ നേരത്തെ ആണല്ലോ. അവിടെ ഒരു 100 കൂട്ടം പണിയുണ്ടടാ. അറിയാലോ, നാളെ അഷ്ടമി പൂജയാ. ഓ, എന്തൊക്കെയായാലും ചേച്ചിയുടെ മുഖത്ത് ഇപ്പൊ ഭയങ്കര സന്തോഷ. പല്ലുവിനും ചേച്ചിയും തമ്മിലുള്ള കല്യാണത്തിന് സദേവ സാറ് സമ്മതം മൂളിയല്ലേ? അതിന്റെ സന്തോഷമാണ് ഇതെന്ന് എനിക്കറിയാം. പിന്നെ ഭയങ്കര സന്തോഷല്ലേ? ആ പിന്നെ ദേ, നീ അച്ഛന് ഗുളിക എടുത്തു കൊടുക്കാൻ മറക്കരുത്. അച്ഛൻ അമ്പലത്തിൽ പോയിരുന്നോ? പോയിരുന്നു. പ്രസാദം. ഇന്നെന്താ അച്ഛാ വിശേഷം? ഓ, ഒരു തിലോഹം ഉണ്ടായിരുന്നു. പ്രസാദം. എന്തിനാ അച്ഛാ ഇപ്പൊ തിലഹോമം ചെയ്തത്? അത് 9 മാസവും 9 ദിവസവും 9 വിനാഴിക എടുത്ത് 2 പ്രാവശ്യമായി 2 മക്കളെ നൊന്തു പ്രസവിച്ച ഒരമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ അമ്മയ്ക്ക്. അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു ഇന്ന്. മക്കള് മറന്നുപോകും. മറവിയാണല്ലോ അവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷേ എനിക്ക് എന്റെ സുധയെ മറക്കാൻ പറ്റില്ല. പൊക്കിൽ കൂടി മുറിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ മക്കൾക്ക് അമ്മയായിട്ടുള്ള ബന്ധം. വളർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ വെറും അന്യർ.
എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കിടന്ന ഗർഭപാത്രത്തിന് തറവാടക നിശ്ചയിക്കും മക്കൾ. അതാ കാലം.